പറ പെണ്ണേ, അത് മാത്രമാണോ? അത് പിന്നെ വിക്രം, എനിക്കറിയാം, ആരും കണ്ടില്ലെങ്കിലും ഞാൻ കണ്ടതാ. അപ്പോൾ എനിക്കേറെ പ്രിയപ്പെട്ട ഈ നീല കണ്ണുകളിൽ വിരിഞ്ഞത് ദേഷ്യമല്ല, കുശുമ്പായിരുന്നു. ഈ മുഖം ചുമന്നു തുടുത്തതും കുശുമ്പ് കൊണ്ട് മാത്രമായിരുന്നു അല്ലേ? എനിക്കെന്തിനാ കുശുമ്പ്? അയ്യടി, കുശുമ്പ് അല്ല അല്ലേ? ആ പൂജ കരഞ്ഞപ്പോൾ ഞാൻ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചതിനാണ് കുശുമ്പ് കുത്തിയത് നിനക്ക്. ഞാൻ കണ്ടിരുന്നു ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ നിന്ന് എന്നെ നോക്കുന്ന ഈ കണ്ണുകളെ. താഴ്ന്നിരുന്ന അവളുടെ മുഖം പിടിച്ചുയർത്തി കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞതും അവൾ ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് അവൻ അവളെ അതേ ചിരിയോടെ തന്നെ ചേർത്ത് പിടിച്ചു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവളെ അടർത്തി മാറ്റി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളുടെ വലത് കൈ പിടിച്ചു നീട്ടി അവളുടെ കയ്യിലായി ആ ചരട് ഇറുക്കി. എന്നിട്ട് മെല്ലെ അവൻ മുഖം താഴ്ത്തി അതിൽ ചുംബിച്ചു. അവൾ നാണത്തോടെ ചിരിച്ചതും ആ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് വലം കൈയിൽ അവളെ താങ്ങി നിർത്തുന്ന രീതിക്ക് കറക്കി പിടിച്ച് മറുകൈ അവളുടെ ഇടുപ്പിൽ ചേർത്ത് തല ചിരിച്ച് അവളുടെ മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കി ചിരിച്ചു. അവൾ ആദ്യമൊന്ന് പേടിച്ചെങ്കിലും പെട്ടെന്ന് അവൻ്റെ ആ കയ്യിൽ കിടന്ന് അവളെ നോക്കി. മെല്ലെ അവൾ താഴ്ന്നതുപോലെ തോന്നിയെങ്കിലും അവളുടെ നോട്ടം തന്നെ നോക്കി പ്രണയത്തോടെ ചിരിക്കുന്ന ആ കണ്ണുകളിലായിരുന്നു. മെല്ലെ താഴ്ന്ന അവൻ അവളെ ആ ക്ലാസ് മുറിയിൽ ടൈൽസിൽ കിടത്തി. അവളുടെ നോട്ടം അപ്പോഴും അവൻ്റെ കണ്ണുകൾ തന്നെയാണ്. അവൻ ചെറുചിരിയോടെ അവളുടെ നേർക്കൊന്ന് നോക്കി ചെരിഞ്ഞു. ഇടം കൈ തലയിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് അവളെ നോക്കി കിടന്നു. എന്താ വിക്രം? എന്ത്? വെറുതെ. നേരത്തെ ആരോ എന്തൊക്കെയോ പറയുന്നത് കേട്ട് അതിന് ചെറിയൊരു ശിക്ഷയെങ്കിലും തരണ്ടേ? അല്ലാതെ വിടാൻ പറ്റുമോ? അവൻ്റെ നോട്ടം കണ്ട് അവൾ ചോദിച്ചതും അവൻ ആ മീശ വലം കൈയിൽ പിരിച്ചു വെച്ച് അവളുടെ കണ്ണുകളിലേക്ക് കുസൃതി ചിരിയോടെ നോക്കി പറഞ്ഞതും അവൾ പിടച്ചിലോടെ അവൻ്റെ നേർക്കൊന്ന് നോക്കി. അവൻ്റെ കണ്ണുകളിൽ പ്രണയത്തോടെ ഒപ്പം വിരിയുന്ന മറ്റെന്തോ ഭാവം കൂടി കലർന്ന നോട്ടം കണ്ടതും അവൾ വിറച്ചു പോയിരുന്നു. വിക്രം, വേണ്ടടാ. വെട്ടിവരയ്ക്കുന്ന അവളുടെ ആ ചെഞ്ചുണ്ടിൽ വിരൽ അമർത്തിക്കൊണ്ട് അവൻ അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചു. ആ വിരലിൻ്റെ പുറത്തോടെ ചുംബിച്ചതും അവൾ പിടച്ചിലൂടെ അവൻ്റെ തോളിൽ മുറുകെ പിടിച്ചു. വിട്ടുമാറാൻ ശ്രമിച്ച അവനെ അവളിലേക്ക് വലിച്ചടുപ്പിച്ചു. അതുമാത്രം മതിയായിരുന്നു അവൻ അവളിലേക്ക് അവൻ്റെ പ്രണയം ഒഴുകിവിടാൻ. അവളുടെ ചുണ്ടിലിരുന്ന കൈകൾ അവൾ പിൻവലിച്ച് ചലിപ്പിച്ച് അവളുടെ തോളിലൂടെ അവളുടെ അരയിൽ അമർത്തി പിടിച്ചു. അവൾ ഏങ്ങലോടെ അവനെ അവളിലേക്ക് ചേർത്തത് പിടിച്ചതും അവൻ്റെ ചുണ്ടുകൾ അവളുടെ കീഴ്ചുണ്ടിൽ അമർന്നു. അവയിലെ തേൻ രുചിച്ചുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് അവൻ്റെ പുറമേനി അമർന്നു. അവളുടെ ഇരു അധരങ്ങളും ചുണ്ടുകൾക്കിടയിലാക്കി നുണഞ്ഞു വലിച്ചു. അവളുടെ ചെറുമൂളലുകൾ അവന് സമ്മാനിച്ചത് ലഹരിയാണ്. വീണ്ടും വീണ്ടും അവളുടെ ചുണ്ടിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ട് അവൻ അവളിൽ അവൻ്റെ പ്രണയം തീർത്തു. പിടഞ്ഞുയരുന്ന അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ അരയിൽ അമർന്ന അവൻ്റെ വലം കൈ അവളുടെ ഷർട്ടിൻ്റെ വിടവിലൂടെ ഉള്ളിലേക്ക് അരിച്ചിറങ്ങി അവളുടെ വയറിൽ അമർത്തി ഞെരിച്ചു പിടിച്ചതും അവളിൽ നിന്ന് ചെറുമൂളൽ കേട്ടു. അവൻ്റെ കഴുത്തിലൂടെ ഒരു ആശ്രയത്തിനെന്നോണം അവളുടെ കൈകൾ ചലിച്ചു. അവൻ നൽകുന്ന വികാരച്ചൂടിൽ അവൾ വിയർത്തു. വീണ്ടും വീണ്ടും അവളുടെ ഉദരത്തിലൂടെ കൈ ചലിച്ച് ആ പൊക്കിൽ ചുഴിയിൽ അമർത്തി ഞെരിച്ചുകൊണ്ട് അവൻ്റെ കൈകൾ മുകളിലേക്ക് സഞ്ചരിച്ചതും അവൾ വിറച്ചുകൊണ്ട് അവൻ്റെ തലമുടിയിലായി വിരൽ കോർത്തു പിടിച്ചു. അവളുടെ ചുണ്ടിൽ നിന്ന് അവൻ്റെ ആദരങ്ങൾ ദിശ തെറ്റി കഴുത്തിലേക്ക് അമർന്നതും അവൾ പിടഞ്ഞുകൊണ്ട് കാലുകൾ തറയിൽ കുത്തി ഉയർന്നു. അവൻ്റെ ചുണ്ടുകൾ അവിടെ അമർത്തി ചുംബിച്ച് നാവോടിച്ച് അവളിലെ സ്വാദഗണങ്ങളെ രുചിച്ചെടുത്തു. വിക്രം, പ്ലീസ്, വേണ്ട. അവളുടെ കഴുത്താകമാനം ചുംബിച്ച് നുണഞ്ഞെടുത്തുകൊണ്ട് അവളുടെ മാറിലേക്ക് മുഖം പൊഴുത്തിയതും അവൻ്റെ തലമുടിയിൽ വിരൽ കോർത്ത് അവനെ പുറകിലേക്ക് വലിച്ചുകൊണ്ട് അവൾ വിറയലോടെ പറഞ്ഞു. അവളുടെ ആ നീക്കം ഒട്ടും ഇഷ്ടപ്പെടാത്തതുപോലെ അവളുടെ ഇടുപ്പിലായി ഞെരിച്ചു. പിടിച്ചിരുന്ന കൈയൊന്ന് കൂടെ അവളെ മുറുക്കെ പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി അവിടെ നാവ് ചേർത്ത് തലോടിയതും അവളിൽ ഉടലെടുക്കുന്ന വികാരത്തെ സ്വയം ചുണ്ടുകൾക്കിടയിൽ കടിച്ചു പിടിച്ച് അവൻ്റെ പുറം തലയിൽ കൈ അമർത്തി അവളിലേക്ക് ചേർത്തു. അവൻ്റെ മുഖം അവളുടെ കഴുത്തിലൂടെ ഇഴച്ചു. അവളുടെ ഷർട്ടിൻ്റെ പുറത്തൂടെ അവളുടെ മാറിൽ അമർത്തി ചുംബിച്ചു. അവൾ ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് അവളുടെ പുറംതല തറയിൽ അമർത്തി മുഖം ഒരു സൈഡിലേക്കാക്കി അവൻ്റെ തലമുടിയിൽ വിരൽ കോർത്ത് വലിച്ചു. അവൻ അവളുടെ നഗ്നമായ അടിവയറിൽ കൈ അമർത്തി ഞെരിച്ചു പിടിച്ചുകൊണ്ട് അവളുടെ മാറിൽ മുഖം അമർത്തി മുകളിലെ ഷർട്ടിൻ്റെ 2-3 ബട്ടൺസ് അവൻ്റെ പല്ലുകൾ കൊണ്ട് തുറന്നു. അവൻ്റെ മുഖം കൊണ്ട് ആ ഷർട്ട് ഇരു സൈഡിലാക്കി മാറ്റി. അവളുടെ ശരീരം ആലില പോലെ വിറച്ചു. ഇരുകാലുകളും കൂട്ടിപ്പിടിച്ച് സ്വയം അവൾ ഞെരിച്ചു. അവൻ അവളെ അവനിലേക്ക് ചേർത്ത് അമർത്തി പിടിച്ചുകൊണ്ട് ഇടം കൈയാൽ അവളുടെ മാറിലെ മറ നീക്കി ആ കറുത്ത മറുകിൻ്റെ തൊട്ടുമുകളിലായി മുഖമർത്തി ചുംബിച്ചുകൊണ്ട് പല്ലുകൾ താഴ്ത്തി. വിക്രം, മതി. ഐ കനോട്ട് ടോളറേറ്റ് ദ ഫീലിംഗ് യു കൺവേയിങ് ഫോർ മീ.
അവൻ നൽകുന്ന നോവിനാൽ അവൻ്റെ തലമുടിയിൽ തെരുത്തു പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ വിറയലോടെ വിളിച്ചു. അപ്പോഴും അവൻ പല്ലുകൾ അവിടെ അമർത്തി താഴ്ത്തി. അവിടെ ചുമപ്പിച്ചുകൊണ്ട് ആ വേദനയെപ്പോലും അവൻ്റെ നാവിനാൽ തലോടി ആ ചുമന്ന പാടിൽ അമർത്തി ചുംബിച്ച് ഉയർന്നു വന്ന് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് മലർന്നു കിടന്ന് ഇരു കണ്ണുകളും അടച്ചു പിടിച്ച് കിടക്കുന്ന അവളുടെ നേർക്ക് നോക്കി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളുടെ നെഞ്ചിലേക്ക് അവളെ എടുത്തു കിടത്തി. ഇതാരും കാണില്ല, എനിക്ക് മാത്രം കാണാനുള്ള ഒരു കുഞ്ഞു മറുക് എന്നോട് പറഞ്ഞതിൻ്റെ ശിക്ഷയായിട്ട് കണ്ടാൽ മതി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഇരുവരുടെയും ശ്വാസഗതി നേരെയായതും അവളുടെ മുഖം പിടിച്ചുയർത്തി അവൻ്റെ നേർക്ക് കൊണ്ടുവന്നുകൊണ്ട് അവളുടെ ചുവന്ന മൂക്കിൻ തുമ്പത്ത് അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ മെല്ലെ കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൻ്റെ നെഞ്ചിൽ അവൾ നാണത്തോടെ മുഖം പൂഴ്ത്തി. വിക്രം, ഞാൻ നിന്നേക്കാൾ 2 വയസ്സ് മൂത്തതാ. പോരാത്തതിന് ക്രിസ്ത്യാനിയും. എന്നെ മതിയോ നിനക്ക്? ഇതൊന്നും അറിയാതെയാണോ എൻ്റെ അച്ചായത്തി കൊച്ച് എൻ്റെ പുറകെ നടന്നത്? അന്ന് ഞാനിതൊക്കെ പറയുമ്പോൾ എന്നെ മതിയെന്നായിരുന്നല്ലോ. ഇപ്പോഴാണ് ബോധം വന്നത്. വാശി പിടിച്ച് സ്വന്തമാക്കിയതല്ലേ എന്നെ. അന്ന് ഈ അച്ചായത്തി പെണ്ണിനെ ഈ ഹിന്ദു ചെക്കന് മതിയെന്ന വീരവാദം വിളിച്ചിട്ട് ഇപ്പോഴാണ് ചോദിക്കുന്നത്. വിക്രം, എന്തായി? ഞാൻ നിന്റെ കാര്യമാണ് ചോദിച്ചത്. എനിക്കെൻ്റെ ഈ ഹിന്ദു ചെക്കനെ മതി, നിന്നെ മാത്രം മതി. അതെയോ? എന്നാ എനിക്കും എൻ്റെ ഈ അച്ചായത്തി പെണ്ണിനെ മതി. എന്നെ ഇത്രയും ഭ്രാന്തമായി പ്രണയിക്കാൻ നിനക്കല്ലാതെ ഈ ലോകത്ത് മറ്റാർക്കും കഴിയില്ലടി അഹങ്കാരി. വിക്രം കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നുകൊണ്ട് എന്തോ ഓർത്തെടുത്ത് അവൻ്റെ മറുപടിക്കായി കൊതിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ കുറുമ്പോടെ മറുപടി പറഞ്ഞു. താൻ പ്രതീക്ഷിച്ച ഉത്തരം കിട്ടാത്തതിൻ്റെ നിരാശയോടെ അവൾ വിളിച്ചതും അവൻ പ്രണയത്തോടെയും കുറുമ്പോടെയും മറുപടി പറഞ്ഞതും അവൾ അവനെ കൊഞ്ചലോടെ വിളിച്ചുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്തു വെച്ചു. അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെയും കൊണ്ടൊന്നു മറിഞ്ഞു അവളുടെ കഴുത്തിലായി മുഖം പൂഴ്ത്തി. പെട്ടെന്ന് അവൻ പിന്നെ തല കൈയമർത്തി പിടിച്ചുകൊണ്ട് വേദനയോടെ അലറിയതും പ്രണയത്തോടെ മുറുക്കെ അടച്ച അവളുടെ കണ്ണുകൾ പേടിയോടെ വലിച്ചു തുറന്നു. തൻ്റെ മുന്നിൽ ചോര ഒലിച്ച് വേദനയോടെ പിടയുന്നവൻ്റെ പുറം തലയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ചോരയെ കൈവെള്ളയിൽ എടുത്തു നോക്കി. ശബ്ദം പുറത്തു വരാതെ അലറുന്നവനെ അവൾ ആഘാതത്തോടെ നോക്കി. വിക്രം, അവൻ അവളുടെ അടുത്ത് മലർന്നു വീണതും അവൾ തറയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവൻ്റെ തലയെടുത്ത് മടിയിൽ വെച്ച് അലറി വിളിച്ചു. അങ്ങോട്ട് മാറടി. ഇതായിരുന്നു അല്ലേ രണ്ടിൻ്റെയും മനസ്സിൽ? സമ്മതിക്കില്ല, ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല. ഇനി ഇവനെ കാണില്ല, കൊല്ലും ഞാനിവനെ. അടിച്ച് കൊല്ലടാ ഈ നായിൻ്റെ മോനെ. ഇനി ഇവളെ കാണരുത്. നോ, അവനെ കൊണ്ടുപോകരുത്. അവൻ എൻ്റെയാ. അവനില്ലാതെ ഞാൻ ജീവിക്കില്ല. ബോധം മറ്റ് തറയിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്ന അവനെ പിടിച്ചു വലിച്ച് ഇഴച്ചുകൊണ്ട് പോകുന്നത് കണ്ട് അവൾ അലറിയതും താൻ പറയുന്നത് ചെവി കൊള്ളാതെ അവനെ അവളിൽ നിന്ന് ദൂരെ ഇരുട്ടിലേക്ക് കൊണ്ടുപോയി. അവളുടെ ചുറ്റും ഒരു പുകമറം പോലെ അവൻ മറഞ്ഞു. വിക്രം, അവൾ അലറി വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. താൻ കണ്ടത് സ്വപ്നമാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കുറച്ച് നിമിഷങ്ങൾ തന്നെ വേണ്ടി വന്നു. അവൾ ചുറ്റും ഒന്ന് നോക്കി. ഇരുട്ട് മൂടിയ ഒരു മുറി. താൻ തറയിലാണെന്ന് അവൾക്ക് മനസ്സിലായി. താഴെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. കാലുകൾ തറയിൽ ഉഴയ്ക്കുന്നില്ല, വിറച്ചു പോകുന്നു. എയർ ഹോള് വഴി അരിച്ചിറങ്ങുന്ന ചെറുവെട്ടത്തിൽ അവൾ തൻ്റെ അടുത്തായി വടച്ചു വെച്ചിരിക്കുന്ന ആഹാരം കണ്ടു. വർഷങ്ങളായി എന്തെങ്കിലും നേരെ ചൊവ്വെ കഴിച്ചിട്ട് വിശപ്പോ ദാഹമോ ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും കഴിക്കാൻ പറ്റൂ. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങി. തൻ്റെ പ്രാണൻ എവിടെയാണ്? അവൻ എന്തെങ്കിലും പറ്റിക്കാണുമോ? താനില്ലാതെ അവന് കഴിയില്ല. പിന്നെയും എന്തേ തന്നെ തേടി വന്നില്ല? വെറുത്തു കാണുമോ? തന്നെ വേണ്ടാതായോ? ഓരോ ചിന്തകൾ അവളിൽ പിടിമുറുക്കി. മുട്ടുകാലിൽ മുഖം പൂഴ്ത്തി തലമുടിയിൽ വിരൽ കോർത്തു വലിച്ച് അവൾ അലറി. താൻ കണ്ട സ്വപ്നം, അവനുമൊത്ത് താൻ സ്വപ്നം കണ്ട തൻ്റെ ജീവിതം ഓരോന്നോർത്ത് അവൾക്ക് ഭ്രാന്ത് പിടിച്ചു. ഇല്ല, അവൾ ഭ്രാന്തിയായി. ഓരോ നിമിഷവും അവൻ്റെ ഓർമ്മകളിൽ അവൾ ഭ്രാന്തിയായി മാറിക്കഴിഞ്ഞു. എന്താ മോളെ? അവളുടെ അലർച്ച കേട്ട് ഒരു പുരുഷൻ പേടിച്ചാണെങ്കിലും ഡോറ് വലിച്ചു തുറന്ന് അകത്തേക്ക് കയറി. പെട്ടെന്ന് റൂമിൽ വെട്ടം പരന്നതും അവൾ അസ്വസ്ഥതയോടെ മുഖമുയർത്തി നോക്കി. അവളുടെ മുഖം കണ്ടാൽ അവൻ്റെ കണ്ണുകളിൽ നീർത്തുള്ളികൾ പൊടിഞ്ഞുപോകും. മുഖം മുഴുവൻ വിയർത്തു കുളിച്ചിട്ടുണ്ട്. കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നു. കവളിൽ കണ്ണുനീർ ഉണങ്ങിയ പാടുണ്ട്. ഇന്നോ ഇന്നലെയോ അല്ല, വർഷങ്ങളായി ആ കണ്ണുകൾ തോരാതെ പെയ്യുന്നതിൻ്റെ അടയാളം. അവളുടെ ആ നീലക്കണ്ണുകളിൽ പഴയ ഭംഗിയില്ല, അഹങ്കാര ഭാവമില്ല, പ്രാണൻ നൽകിയ പ്രണയത്തിൻ്റെ തിളക്കമില്ല. മറിച്ച് ദേഷ്യം കത്തിജ്വലിക്കുന്ന കോപം, തൻ്റെ പ്രാണനെ തന്നിൽ നിന്ന് അടർത്തിയവരോടുള്ള പക, സർവ്വതും വെന്ത് വെണ്ണീറാക്കാൻ കഴിവുള്ള പക മാത്രം. ഒരു വേള ചുമന്നു തുടുത്തിരിക്കുന്ന ആ നീലക്കണ്ണുകളിലെ കനൽ താങ്ങാനാവാതെ അവൻ മുഖം താഴ്ത്തി. എന്തിനാ നീ വന്നത്? ഇനി ബാക്കിയുള്ളത് എൻ്റെ ജീവനാണ്. അത് വേണ്ടേ നിനക്ക്? മോളെ,
കൊണ്ടുവാ, അവനെ കൊണ്ടുവാ. അല്ലാതെ ഒരുത്തനും എൻ്റെ അടുത്ത് വരണ്ട. വന്നാൽ കൊല്ലും ഞാൻ, ഇല്ലെങ്കിൽ സ്വയം എന്നെ തന്നെ അവസാനിപ്പിക്കും. നീ എന്നോട് ചോദിച്ചത് 1 വർഷത്തെ സാവകാശമല്ലേ? ഇപ്പൊ നോക്ക്, 2 വർഷം കഴിയുന്നു. എവിടെ അവൻ, എൻ്റെ ജീവൻ? ഇപ്പോൾ വെറും ഒരു ശവമാണ് ഞാൻ. എൻ്റെ ജീവനെയാണ് നീയൊക്കെ കൊണ്ടുപോയത്. കൊണ്ടുതാവനെ. മോളെ, അവൻ പോയതല്ലേ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ നിർത്തട ചെറ്റെ. പോയതാണോ അവൻ? ആണോന്ന്? ഓടിച്ചതല്ലേ നീയൊക്കെ കൂടെ? എൻ്റെ ജീവനല്ലേ അവൻ? വേണ്ടെന്ന് പറഞ്ഞതല്ലേ ഞാൻ? അവനില്ലാതെ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞതല്ലേ ഞാൻ? ഇത്തിരിയെങ്കിലും മനുഷ്യപ്പറ്റ ഉണ്ടായിരുന്നുവെങ്കിൽ അവനെ നീയൊക്കെ എല്ലാം കൂടി തല്ലിച്ചതച്ച് ഓടിക്കുമായിരുന്നു. പാവം, എന്നെ ഒരുപാട് സ്നേഹിച്ച അവൻ്റെ അമ്മയെ പോലും നീയൊക്കെ കൂടെ പിരിച്ചില്ലേ അവനെ എന്നിൽ നിന്ന്? ഇല്ല, പിരിച്ചില്ല. പിരിക്കാൻ നിനക്കെന്നല്ല, ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. കാരണം അവൻ എൻ്റെയാ, എൻ്റെ മാത്രം. എന്നിലുള്ളത് അവനാണ്, അവൻ്റെ ജീവനാണ്. പിന്നെ എങ്ങനെ നീയൊക്കെ പിരിക്കാനാണ്? എൻ്റെ ശരീരത്തെ മാത്രമേ അവനിൽ നിന്ന് നിനക്കൊക്കെ പിരിക്കാനാവൂ. എൻ്റെ ഹൃദയത്തെ, എൻ്റെ നെഞ്ചിടിപ്പായ അവനെ എന്നിൽ നിന്ന് പിരിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ ശ്വാസം പോലും അവനാണ്, അവൻ മാത്രമാണ്. ഇറങ്ങിപ്പോ, എന്നിട്ട് അവനെ കൊണ്ടുവാ. അറിയാലോ, ഇനി നിങ്ങൾക്ക് മുൻപിലുള്ളത് വെറും മാംസമാണ്. അതിനുള്ളിൽ അവൻ എൻ്റെ കൺമുന്നിൽ വന്നില്ലെങ്കിൽ നമ്മുടെ പള്ളിയിലെ സെമിത്തേരിയിൽ ദക്ഷിണയ്ക്ക് വേണ്ടി 1 ആറടി മണ്ണ് കുഴിച്ചിട്ട് എൻ്റെ പേര് കൊത്തിയ പെട്ടിക്ക് കൂടെ ഓർഡർ കൊടുത്തേക്ക്. മോളെ, ഇറങ്ങിപ്പോടാ. ദയനീയമായ അവൻ്റെ നോട്ടത്തിന് പോലും വകവയ്ക്കാതെ അവൾ അവൻ്റെ നേർക്ക് നോക്കി ചീറുകയായിരുന്നു. കുറ്റബോധം കൊണ്ട് അവൻ്റെ ശിരസ് അവളുടെ മുന്നിൽ താന്നു. ഓരോന്ന് എണ്ണിപ്പെറുക്കി പറയുമ്പോഴും ആ പെണ്ണിൻ്റെ ശബ്ദം ഇടറിയിരുന്നു. ഒടുവിലുള്ള അവൻ്റെ ദയനീയമായ വിളി പോലും അവളുടെ കാതിൽ പതിഞ്ഞില്ല. അവൾ തീപാറുന്ന കണ്ണുകളോടെ അവനെ നോക്കി അലറിയതും അവളെ ദയനീയമായി ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ഡോറടച്ച് പുറത്തേക്കിറങ്ങി.